ക്ലാസ്സിൽ ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻറ്റഗ്രേഷനകത്ത് ഏറെ കണ്ടുപിടിക്കാനായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തായിരുന്നു. ഒരു 4-5 ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. ഇനി അതിൻ്റെ ഒരു 2-3 ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അപ്പോൾ അത് ഇന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ അത് നിങ്ങൾ ആ തന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് അതെല്ലാം ചെയ്ത് പഠിച്ചോണം. അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടുന്നതാണ്. അതാരും ഒഴിവാക്കി കളഞ്ഞേക്കരുത്. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Find area of the region bounded by the parabola y equal to x square and y is equal to modulus x. അതായത് find area of the region bounded by the parabola y equal to x square. y equal to x square എന്ന് പറയുന്ന പരാബോളയുടെ and y equal to modulus x. y equal to modulus x. ഇതിന്റെ രണ്ടിന്റെ ഗ്രാഫിന് ഇടയ്ക്ക് വരുന്ന bounded by the ഈ രണ്ട് ഗ്രാഫിന്റെ ഈ രണ്ട് ഫംഗ്ഷന്റെ ഗ്രാഫിന്റെ ഇടയിൽ വരുന്ന ഏരിയ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കണേ നമ്മൾ ഈ ഗ്രാഫ് കറക്റ്റായിട്ട് വരയ്ക്കണം. ഗ്രാഫ് കറക്റ്റായിട്ട് വരച്ചാലേ നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് റീജിയൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള അതായത് y equal to x square എന്ന് പറയുന്ന പരാബോളെ y equal to modulus x അതും വരച്ചു കഴിയുമ്പോൾ modulus x അറിയാമല്ലോ, വി ഷേപ്ഡ് ഗ്രാഫാണ്. അത് രണ്ടും വരച്ചു കഴിയുമ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ബൗണ്ടഡ് ബൈ ദ കർവ് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വരുന്ന പോർഷൻ്റെ ഏരിയ കണ്ടുപിടിക്കണേ. അപ്പോൾ അത് കണ്ടുപിടിക്കണേ നമുക്ക് രണ്ടിൻ്റെ ഗ്രാഫ് വരച്ചേ പറ്റുള്ളൂ. രണ്ടിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ അതിന് y equal to x square നമുക്ക് പോയിന്റ് അടയാളപ്പെടുത്തി തന്നെ വരയ്ക്കണം. x 0 വരുമ്പോൾ y 0 വരുമ്പോൾ y equal to 0യുടെ സ്ക്വയർ 1 വരും. 1 വരുമ്പോൾ 1ന്റെ സ്ക്വയറും 1 വരും. -1 വരുമ്പോഴും -1ന്റെ സ്ക്വയറും 1 ആണ്. ഇനി 2 വരുമ്പോൾ 4 വരും. -2 വരുമ്പോഴും 4 വരും. എല്ലാത്തിൻ്റെ സ്ക്വയർ പോസിറ്റീവ്. അപ്പോൾ y equal to x square അതിൻ്റെ പോയിന്റ്സ് ഇങ്ങനെ കിട്ടും. ഇനി അതുപോലെ മോഡുലസ് എക്സും കൂടെ ഇതിപ്പോൾ y equal to x squareൻ്റെതാണ്. y is equal to മോഡുലസ് എക്സിൻ്റെ ഗ്രാഫ് വരച്ചാൽ y equal to മോഡുലസ് എക്സ് എന്ന് വെച്ചാൽ നമുക്കറിയാലോ പോസിറ്റീവിൽ മോഡുലസ് എക്സിനെ മാറ്റിയാൽ നമുക്കത് ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അത് ആവശ്യം വരുന്നതെന്ന് തോന്നുന്നത് നോക്കാം. y equal to മോഡുലസ് എക്സ് എന്ന് വെച്ചാൽ x when x greater than 0 -x when x less than 0. ഇത് ഓർത്തിരിക്കണം. മോഡുലസ് എക്സിന്റെ വാല്യൂ പോസിറ്റീവില് എക്സ് തന്നെ, നെഗറ്റീവില് -x. അപ്പോൾ നമുക്ക് പോയിന്റ് അടയാളപ്പെടുത്താൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എക്സ് വൈ 0 വരുമ്പോൾ മോഡുലസ് 0 വരും. മോഡുലസ് 0 തന്നെയാണ്. 1 വരുമ്പോൾ മോഡുലസ് 1 അതും 1 തന്നെയാണ്. -1 വരുമ്പോൾ മോഡുലസ് 1 അതും 1 തന്നെയാണ്. മോഡുലസ് ഓൾവേസ് പോസിറ്റീവാണ്. 2 വരുമ്പോൾ 2 -2 വരുമ്പോഴും 2 മോഡുലസ് എപ്പോഴും പോസിറ്റീവാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് വെച്ചുകൊണ്ട് ഇത് രണ്ടും കൂടെ ഒറ്റ ഗ്രാഫേ വരിക. ഒറ്റ ഗ്രാഫ് അത് y equal to x square വരിക. y equal to x square വരയ്ക്കാൻ വേണ്ടി നമ്മൾ പോയിന്റ് അടയാളപ്പെടുത്തുന്നു. 0 1 2 -1 -2 1 2 3 4 -1 -2 -3 -4 നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ പോവാം. ആദ്യം x സ്ക്വയറിന്റെ ഗ്രാഫ് വരയ്ക്കാം. 0 1 അടയാളപ്പെടുത്തുന്നത്. സോറി x 0 ആകുമ്പോൾ y 0യുടെ സ്ക്വയർ 0 തന്നെയാണ്. x 0 ആകുമ്പോൾ y എന്ന് പറഞ്ഞാൽ 0യുടെ സ്ക്വയർ ആണ്. അത് 0 തന്നെയാണ്. അപ്പോൾ x 0 y 0 വരുമ്പോൾ ഇവിടെ വരും 0 0 ഈ പോയി വരും. ഇനി x 1 വരുമ്പോൾ y ഉം 1 ആണ്. x 1 വരുമ്പോൾ 1 ഉം 1 ഉം കൂടെ വരുമ്പോൾ ഇവിടെ ആയിട്ട് വരും 1 1. ഇനി x -1 വരുമ്പോഴും y 1 ആണ്. x -1 വരുമ്പോഴും മേളിൽ 1 വരും. ഇനി x 2 വരുമ്പോൾ 4 വരും. -2 വരുമ്പോഴും 4 വരും. അപ്പം പരാബോള മാല പോലെയാണെന്ന് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ നീണ്ടുപോകും. ഇങ്ങനെ പോകും. ഇതാണ് y equal to x squareന്റെ ഗ്രാഫ്. y equal to x squareന്റെ ഗ്രാഫ് ഇതാ. നമ്മൾ മോഡുലസ് എക്സിന്റെ ഗ്രാഫ് ഇരിക്കുക. 0 0 0 0 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 1 1 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 2 വരുമ്പോൾ 2 അതുപോലെ -1 അതും അടയാളപ്പെടുത്തി. -2 വരുമ്പോഴും 2. അപ്പോൾ ഇത് ലൈനാണ്. മോഡുലസ് വി ഷേപ്ഡ് ലൈൻ അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ലൈനായിട്ട് വരയ്ക്കണം. ഇത് ഇങ്ങനെ പോവും. ഇവിടുന്ന് ഇങ്ങനെ വി ഷേപ്ഡ് ഗ്രാഫാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിലുള്ള ഏരിയ കണ്ടുപിടിക്കുന്നത്. ഇതിൻ്റെ ഈ രണ്ട് ഗ്രാഫിൻ്റെ ഇടയിൽ വരുന്ന ഏരിയ രണ്ടിടത്തുണ്ട്. ഇവിടെയുണ്ട് ഇവിടെയുണ്ട്. കണ്ടോ, ഇത്രയും പോർഷനാണ്.
ഇത്രയും പോർഷൻ കണ്ടുപിടിക്കണ്ടേ. അപ്പം ഇതിന്റെ ഗ്രാഫ് ഈ ഗ്രാഫ് ഉണ്ടെങ്കിലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ നമുക്ക് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അതിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഇത് മായ്ക്കുക. ഈ മോഡുലസിനെ വേണം മാറ്റാം. മോഡുലസ് പോസിറ്റീവ് പാർട്ടില് y ഈക്വൽ ടു എക്സും നെഗറ്റീവ് പാർട്ടില് y ഈക്വൽ ടു മൈനസ് എക്സും. അത് ഞാൻ ആദ്യം എഴുതിയായിരുന്നല്ലോ. മോഡുലസ് എക്സ് ഈക്വൽ ടു എക്സ് പോസിറ്റീവ് മോഡുലസ് എക്സ് നെഗറ്റീവ് ആകുമ്പോൾ മൈനസ് എക്സും. അത് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അത് ആവശ്യം വരും. അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ റിക്വയർഡ് ഏരിയ ഈസ് ഈക്വൽ ടു റിക്വയർഡ് ഏരിയ ഈക്വൽ ടു നമ്മൾ ഇത് ഫുള്ള് കാണും. ഇത് ഫുള്ള് കാണുന്നതിന് വരെ ഫസ്റ്റ് ക്വാർട്ടറിന്റെ കണ്ടിട്ട് ഇത് രണ്ടും വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതേ ഏരിയ തന്നെ ഇവിടെ കിടക്കുന്നത്. രണ്ടും സെപ്പറേറ്റ് കണ്ടുപിടിക്കണമെന്നില്ല. ഈ ഫസ്റ്റ് ക്വാർട്ടറിലുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. എന്നിട്ട് അതിനെ 2 വെച്ചങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 2 ഇൻറ്റു ഏരിയ ഇൻ ഫസ്റ്റ് ക്വാർട്ടറൻറ്റ് ഇങ്ങനെ എഴുതാം. 2 ഇൻറ്റു ഏരിയ ഇൻ ദ ഫസ്റ്റ് ക്വാർട്ടർ. അപ്പൊ ഫസ്റ്റ് ക്വാർട്ടറിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. ഫസ്റ്റ് ക്വാർട്ടറിന്റെ ഏരിയ കണ്ടോ, ഈ ഏരിയ ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ഏരിയ കണ്ടുപിടിക്കണ്ടേ. ഇതിന്റെ ഇടയ്ക്ക് വരുന്നതിന് സെപ്പറേറ്റ് മാറ്റി എഴുതാം. ഈ ഏരിയ കണ്ടുപിടിക്കണ്ടേ. ഈ ലൈൻ ഇങ്ങനെ പോകും, ഈ ലൈൻ ഇങ്ങനെ പോകും. ഈ ലൈൻ y ഈക്വൽ ടു എക്സ്, ഈ ലൈൻ y ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഈ ഏരിയ കണ്ടുപിടിക്കണ്ടേ. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മളിപ്പോ നോക്കിയേ, ഈ ലൈനിന്റെ അടിയിലുള്ള ഏരിയ ഫുള്ള് കാണുക. ഈ ലൈനിന്റെ അടിയിലുള്ള ഫുൾ ഏരിയ നമുക്ക് കിട്ടും. ഏരിയ അണ്ടർ ദ ലൈൻ y ഈക്വൽ ടു എക്സ്. അതിൽ നിന്ന് ഇതുണ്ടോ, ലൈനിന്റെ ഏരിയയിൽ നിന്ന് ഈ കെർവിന്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ ഈ ലൈനിന്റെ അടിയിലുള്ള ഫുൾ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ഈ കെർവിന്റെ അടിയിലുള്ള ഫുൾ ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ ലൈനിന്റെ അടിയിലുള്ള ഈ ഫുൾ ഏരിയയിൽ നിന്ന് കെർവിന്റെ അടിയിലുള്ള ഈ ഏരിയ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇടയ്ക്കത്തെ ഏരിയ കിട്ടും. അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കേണ്ടത്. രണ്ടെണ്ണത്തിന്റെ ഇടയിലുള്ള കാണാൻ പറഞ്ഞാൽ അപ്പർ പാർട്ടിന്റെ ഏരിയ ഫുള്ള് കാണുക, മൈനസ് ചെയ്തിട്ട് ലോവർ പാർട്ടിന്റെ ഏരിയ താഴെയുള്ള കെർവിന്റെ ഏരിയ കാണുക. അങ്ങനെ വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. അപ്പൊ നമുക്ക് ഇവിടെ പറയാം ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഏരിയ അണ്ടർ y ഈസ് ഈക്വൽ ടു എക്സ്. ആദ്യം മേളിലുള്ളത് ലൈനാ y ഈക്വൽ ടു എക്സ്. മോഡുലസ് എക്സിന്റെ പോസിറ്റീവ് പാർട്ട് y ഈക്വൽ ടു എക്സ് മൈനസ് ഏരിയ അണ്ടർ y ഈക്വൽ ടു എക്സ് സ്ക്വയർ ഫ്രം നോക്കാം ഇവിടെ 0 തൊട്ട് 1 വരെയാ. ഫ്രം 0 to 1, 0 തൊട്ട് 1 വരെ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 0 തൊട്ട് 1 വരെയുള്ള ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. പിന്നെ നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഏരിയ അണ്ടർ y ഈക്വൽ ടു എക്സ് എന്ന് വെച്ചാൽ ഇന്റഗ്രൽ 0 to 1 അല്ലേ. ഫ്രം 0 to 1 എന്നാണ് പറഞ്ഞിരുന്നത്. 0 to 1 y dx ആ. അവിടുത്തെ y എന്ന് പറയുന്നത് x ആണ്. x dx വരും. y ഈക്വൽ ടു എക്സ് ആയതുകൊണ്ട് y dx എന്ന് വെച്ചാൽ x dx വരും. മൈനസ് ഇന്റഗ്രൽ 0 to 1. അടുത്തതിലെ y എന്ന് പറയുന്നത് ഫസ്റ്റ് നമുക്ക് ഇവിടെ എഴുതാം. ഇൻ ഫസ്റ്റ് y ഈക്വൽ ടു എക്സ് തന്നെയാണ്. ഇൻ സെക്കൻഡ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പൊ രണ്ടാമത്തേത് എഴുതുമ്പോൾ എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് എഴുതണം. രണ്ടും ഇന്റഗ്രൽ 0 to 1 y dx. ആദ്യത്തേത് ലൈനാണ്. ലൈനിന്റെ y എന്ന് പറയുന്നത് x ആ. രണ്ടാമത്തേത് പരാബോളയാണ്. അതിന്റെ y എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്. നമ്മൾ ഇനി ഇന്റഗ്രേറ്റ് ചെയ്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 0 to 1 x dx. എക്സിന്റെ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 ലിമിറ്റ് 0 to 1 മൈനസ് എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എക്സ് ക്യൂബ് ബൈ 3 അവിടെ ലിമിറ്റ് 0 to 1 തന്നെ. ഇനി നമ്മളത് ലിമിറ്റ് കൊടുത്താൽ മതി. ലിമിറ്റ് ഒക്കെ ശ്രദ്ധിച്ച് തെറ്റിക്കാതെ കൊടുക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ലിമിറ്റ് ആദ്യം എക്സിന് 1 കൊടുക്കുന്നു മൈനസ് 0 കൊടുക്കുന്നു. എക്സിന് 1 കൊടുക്കുമ്പോൾ 1 സ്ക്വയർ ബൈ 2 മൈനസ് 0 കൊടുക്കുമ്പോൾ 0 തന്നെ. അടുത്തത് മൈനസ് ഉണ്ട്, ബ്രാക്കറ്റ് ഇടണം. എക്സിന് ആദ്യം 1 കൊടുക്കുന്നു. 1 ക്യൂബ് ബൈ 3 മൈനസ് 0. ബ്രാക്കറ്റുകളൊക്കെ ക്ലോസ് ചെയ്തോണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1 സ്ക്വയർ ബൈ 2 1 ബൈ 2 0 പോയി മൈനസ് 1 ബൈ 3 1 ബൈ 2 മൈനസ് 1 ബൈ 3. അപ്പം നമുക്ക് എൽസിയം എടുക്കുമ്പോൾ 2 ഇൻറ്റു 3 ഇൻറ്റു 2 6 എൽസിയം വരും. 3 മൈനസ് 2 ഇങ്ങനെ വരും. അപ്പം നമ്മൾ
that is equal to 2 into 3 minus 2 is 1/6. 2 6 ഓടെ വെട്ടിയാൽ 1/3 സ്ക്വയർ യൂണിറ്റ്. ഇത്രയും കൂടി 1/3 സ്ക്വയർ യൂണിറ്റ്. അതാണ് അതിൻ്റെ ഏരിയ. ഇടയ്ക്കത്തെ ഏരിയ കാണാൻ പറഞ്ഞാൽ അപ്പർ പാർട്ടിൽ നിന്ന് ലോവർ പാർട്ടിന്റെ ഏരിയ സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ രണ്ടിൻ്റെ y വേണം, y dx. രണ്ടിൻ്റെ നിന്നും y-യുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. അങ്ങനെ വേണം അത് ചെയ്യാൻ. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. ഏകദേശം ഇതുപോലെ തന്നെയാണ്. ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് x square equal to 4y. x square equal to 4y and the line x is equal to 4y minus 2 and the line x is equal to 4y minus 2. ഈ പരാബോള x square equal to 4y എന്ന് പറയുന്ന പരാബോളയുടെ x equal to 4y minus 2 എന്ന് പറയുന്ന ലൈനിന്റെ ഇടയ്ക്ക് വരുന്ന ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് അതിനായിട്ട് രണ്ടിൻ്റെ ഗ്രാഫ് ഉണ്ടെങ്കിൽ ഏതാണ് പോർഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ, ചുമ്മാതെ നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഗ്രാഫ് നോക്കാം. അതിനായിട്ട് x square equal to 4y, x square equal to 4y അവിടെ നമ്മൾ ഇതിന് പോയിന്റ് കണ്ടുപിടിക്കാം. x y നമ്മൾ yക്ക് വാല്യൂ കൊടുക്കുന്നതായിരിക്കും നല്ലത്. yക്ക് 0 കൊടുക്കുമ്പോൾ x square equal to 0 വരും. അപ്പോൾ x equal to 0 വരും. കണ്ടോ? ഇനി yക്ക് 1 കൊടുത്താൽ x square equal to 4 into 1 4 വരും. x is equal to √4 വരുമ്പോൾ +2 വരും -2 വരും. അപ്പോൾ നമുക്ക് yക്ക് 1 വരുമ്പോൾ +2 വരും -2 വരും. 1 വരുമ്പോൾ 2 വരും, 1 വരുമ്പോൾ -2 വരും. ഇനി yക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. 2 3 2 കൊടുത്ത് 8 വരെ റൂട്ട് എടുക്കാൻ പാടാം. 3 കൊടുക്കുമ്പോൾ 12 വരും, അതും പാടാം. അപ്പോൾ yക്ക് വേണേൽ 4 കൊടുക്കാം. 4 വരുമ്പോഴത്തേക്കും x square equal to 4 into 4 16 വരും. അപ്പോൾ x equal to 16ന്റെ റൂട്ട് +or -4 വരും. അപ്പോൾ yക്ക് 4 കൊടുക്കുമ്പോൾ x-ന് +4 വരും -4 വരും. ഇത്രയും വരും നമുക്ക്. ഇനി നമുക്ക് x is equal to 4y minus 2 ഇതിന്റെ ഗ്രാഫ് വരയ്ക്കാം. അതിനായിട്ട് x y ലൈനിന്റെ വരയ്ക്കാൻ വേണ്ടി 2 സെറ്റ് മതി. നമുക്ക് അവിടെ yക്ക് വാല്യൂ കൊടുക്കാം. അപ്പോൾ yക്ക് 0 കൊടുക്കുമ്പോഴത്തേക്കും x is equal to -2 എന്ന് വരും. yക്ക് 0 കൊടുക്കുമ്പോൾ x is equal to -2 വരും. x -2 വരും. ഇനി yക്ക് 1 കൊടുത്താൽ x is equal to 4 - 2 വരും. 1 കൊടുക്കുമ്പോൾ 2 വരും. 0 കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എക്സിനോ വൈക്കോ ഇഷ്ടമുള്ളതിന് കൊടുക്കാം. നമ്മൾ സൗകര്യത്തിന് കണ്ടുപിടിക്കുന്നതേ ഉള്ളൂ. സാധാരണ 0 ഒക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സൗകര്യം അനുസരിച്ച് നമുക്ക് 2 പോയിന്റ് കിട്ടിയാൽ മതി. അത് വെച്ച് നമ്മൾ ചെയ്യാൻ പോവാം. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി ഞാൻ ഇതൊക്കെ മായ്ക്കുവാണേ. അതിനായിട്ട് നിങ്ങൾ പോയിന്റ് നോക്കുക. 0 1 y ആക്സിസിൽ പോസിറ്റീവേ ഉള്ളൂ, x ആക്സിസിൽ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ട്. നമ്മൾ y കറക്റ്റ് കുരിശ് പോലെ വരയ്ക്കേണ്ട, y ഇച്ചിരി കൂടുതലായിട്ട് വരച്ചാൽ മതി. അല്ല, വൈയുടെ താഴ്ഭാഗം അധികം വേണ്ട. ഇങ്ങനെ മതി. ഈ പോർഷൻ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് തന്നാൽ മതി. 0 1 2 3 4 -1 -2 -3 -4 1 2 3 4 നമുക്ക് പോയിന്റ് അടയാളപ്പെടുത്താം. ആദ്യം ഇത് വരയ്ക്കാം. 0 0 x 0 0. അടുത്ത 2 1 x 2 വരുമ്പോൾ y 1 ഇവിടെ വരും. അടുത്ത -2 1 ഇവിടെ വരും. അടുത്ത 4 4 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. -4 4 ഇവിടെ വരും. അപ്പോൾ പരാബോള നമുക്ക് വരയ്ക്കാം. ഇങ്ങനെ പോവും. ഇവിടുന്ന് ഇങ്ങനെ. ഇതാണ് x square equal to 4y എന്ന് പറയുന്ന ഗ്രാഫ്. ഇങ്ങനെ വരയ്ക്കാം. ഇനി അടുത്ത ലൈൻ വരയ്ക്കാം നമുക്ക്. x -2 y 0. x -2 എന്ന് പറയുന്നത് y 0 എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ ഈ പോയിന്റാണ് -2 0. അടുത്തത് 2 1 x 2 y 1 ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ജോയിൻ ചെയ്താൽ മതി. ഇതാണ് x is equal to 4y - 2 എന്ന് പറയുന്ന ഗ്രാഫ്.
ഇതിന്റെ ഏരിയ, ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ഈ ഏരിയയെ കണ്ടുപിടിക്കണ്ടേ, ഈ ഇടയ്ക്കുള്ള പോർഷൻ. ഇവിടെ നമുക്ക് 2 ഇൻറ്റു ഫസ്റ്റ് ക്വാർട്ടറിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല, നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം. ഫസ്റ്റ് ക്വാർട്ടറിൽ ഇത്രയുണ്ട്, ഇവിടെ നമ്മൾ ഇച്ചിരിയേ ഉള്ളൂ, സെക്കൻഡ് ക്വാർട്ടറിൽ കുറച്ചേ ഉള്ളൂ. അപ്പം നമ്മളിത് ഫുള്ള് കണ്ടുപിടിക്കണം. ഫുള്ള് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ പോർഷൻ തൊട്ട് ഇവിടെ വരെയുള്ള, അപ്പൊ അവിടെ വരെയുള്ള കാണേണ്ട ഈ പോയിന്റ് നമുക്ക് കൃത്യമായിട്ട് അറിയാം, നമ്മൾ അടയാളപ്പെടുത്തിയതാണ് 2, 1 എന്ന്. ഈ പോയിന്റ് 2, 1 എന്ന് അടയാളപ്പെടുത്തുന്നത്. പക്ഷേ ഈ പോയിന്റ് നമുക്ക് വ്യക്തമായിട്ട് ഗ്രാഫിൽ നോക്കിയത് -1ന്റെ നേരെയാണെന്നൊന്നും അറിയത്തില്ല. അപ്പൊ ഈ പോയിന്റ് -1 ആണോ എന്നുള്ള കാര്യം ഉറപ്പിക്കണം. വെറുതെ എഴുതാൻ ഫിഗർ നോക്കി നമ്മൾ ചുമ്മാ വരയ്ക്കില്ല, ഗ്രാഫ് പേപ്പർ ഒന്നും എടുത്ത് വരയ്ക്കുന്നല്ലോ. അപ്പൊ ചുമ്മാ വരയ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. അപ്പൊ ഇത് -1 ആണോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഈ പോയിന്റ് കൃത്യമായിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പരാബോളയിലും 2, 1 ഉണ്ട്, ഇവിടെയും 2, 1 ഉണ്ട്, രണ്ടും കൂടെ മിക്സ് ചെയ്ത് വരുന്നത് ഇത് പോയിന്റ് 2, 1 ആണ്. അപ്പൊ ഇത് ഈ ലിമിറ്റ്, അപ്പർ ലിമിറ്റ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന എക്സിന്റെ ലിമിറ്റ് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും വേണം. അപ്പർ ലിമിറ്റ് ക്ലിയർ ആയിട്ട് 2 ഉണ്ട്, ലോവർ ലിമിറ്റ് എത്രയാണെന്ന് അറിയത്തില്ല, അത് നമ്മൾ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അത് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിന്റെ രണ്ടിനെ കൂടെ ഇന്റർസെക്ഷൻ അല്ലേ, ഈ പരാബോളയുടെ ഈ ലൈനിന്റെ ഇന്റർസെക്ഷൻ പോയിന്റ് കാണാൻ വേണ്ടി സോൾവ് ചെയ്യണം. രണ്ട് കർവും കൂടി എടുത്ത് നമ്മൾ സോൾവ് ചെയ്യണം, എങ്കിലേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്ത് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കാം. നോക്കാം. ഇന്റഗ്രേറ്റ് ചെയ്യണേ, ഇത് അപ്പർ കർവിന്റെ ഏരിയയിൽ നിന്ന് ലോവർ കർവിന്റെ ഏരിയ സെപ്പറേറ്റ് ചെയ്താൽ മതി. ചെയ്യണമെങ്കിൽ ലിമിറ്റ് വേണം, എക്സിന്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും വേണം. അപ്പർ ലിമിറ്റ് 2 കിട്ടി, ലോവർ ലിമിറ്റ് കണ്ടുപിടിക്കണം. അത് നമുക്ക് സോൾവ് ചെയ്യാം. x² = 4y, ഇക്വേഷൻ നമ്പർ 1. x = 4y - 2, ഇക്വേഷൻ നമ്പർ 2. ഇത് രണ്ടും കൂടെ നമ്മൾ സോൾവ് ചെയ്യാൻ പോവാം. അപ്പൊ നമുക്ക് ഇതുണ്ട്, ഇക്വേഷൻ നമ്പർ 1ൽ 4yക്ക് പകരം x² ഉണ്ട്. x² = 4y അല്ലേ, ആ ഇക്വേഷൻ നമ്പർ 1 എടുത്ത് ഇക്വേഷൻ നമ്പർ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 1 ഇൻ ഇക്വേഷൻ 2. ഇക്വേഷൻ 1 എടുത്ത് ഇക്വേഷൻ 2ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് x = 4yക്ക് പകരം x² കൊടുക്കാം. x² - 2. നമുക്ക് ഈ x നെ കൂടി അപ്പുറം കൊണ്ടുപോകാം. 0 = x² - 2 - x എന്ന് എഴുതാം. അതായത് x² - x - 2 = 0. ഇത് നമുക്ക് സോൾവ് ചെയ്യാം. -b ± വെച്ച്. -b എന്ന് പറയുമ്പോൾ b എന്ന് പറഞ്ഞാൽ -1 ആണ്. -1 -b ± √b² എന്ന് പറയുമ്പോൾ -1ന്റെ സ്ക്വയർ. -1ന്റെ സ്ക്വയർ -4 × 1 × -2 by 2a 2 × 1. അതായത് -1 + 1 +1 ± √(-1ന്റെ സ്ക്വയർ 1) ഇവിടെ ഒരു -2 കൂടി ഇല്ലേ, 4 × 1 × -2 -2. അപ്പോൾ -4 × 1 × -2 എന്ന് +8 വരും by 2. 1 + 8 എന്ന് വെച്ചാൽ 9 വരും. 9ന്റെ റൂട്ട് എടുക്കുമ്പോൾ 3 വരും. 1 ± 3/2 വരും. അതായത് 1 + 3/2 1 - 3/2 വരും. 1 + 3 എന്ന് പറഞ്ഞാൽ 4. 4/2 എന്ന് വെച്ചാൽ 2. അടുത്ത 1 - 3 എന്ന് വെച്ചാൽ -2. -2/2 എന്ന് വെച്ചാൽ -1. അപ്പൊ ഇത് കൃത്യമായിട്ട് -1 തന്നെ ആയിരുന്നു. അപ്പൊ നമുക്കത് ഉറപ്പിച്ച് പറയണം. അപ്പൊ ഇത് 2 ആണെന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ ഇവിടെ കിട്ടി. എക്സ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഇവിടെ -1, ഇവിടെ 2. ഈ രണ്ട് പോയിന്റിലാണ് രണ്ട് കർവും ഇന്റർസെക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പറയാം എക്സ് വേരീസ് ഫ്രം -1 ആൻഡ് -1 to 2. ഇപ്പൊ നമ്മുടെ ആ റിക്വയർഡ് റീജിയന്റെ അകത്ത് എക്സ് വേരി ചെയ്യുന്നത് -1 തൊട്ട് 2 വരെയാണ്. നമുക്ക് എക്സിന്റെ വേരിയേഷൻ വേണം, അത് നമ്മളിവിടെ എഴുതുന്നു. എക്സ് വേരീസ് ഫ്രം -1 to 2. അപ്പൊ എക്സിന്റെ ലിമിറ്റ് കിട്ടി. a to b, ഇന്റഗ്രൽ a to b ഇല്ലേ, അത് നമുക്ക് കിട്ടി -1 ഉം 2 ഉം. ഇനി നമുക്ക് രണ്ട് കർവിൽ നിന്ന് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ a to b y dx ഇല്ലേ, രണ്ട് കർവിൽ നിന്നും y കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ആദ്യം കൺസിഡർ x² = 4y. ഇംപ്ലൈസ് ഇതിന് y കിട്ടും. y = x²/4. ആദ്യത്തെ കർവിൽ നിന്ന് x² = 4y ൽ നിന്ന് y കിട്ടി x²/4. അടുത്തത് x = 4y - 2. ഇംപ്ലൈസ് -2 ഇപ്പറേ കൊണ്ടുവരിക. x + 2 = 4y. ദാറ്റ് ഈസ് y = x + 2/4. ഇപ്പൊ രണ്ടിന്റെയും y കിട്ടി. ഇനി നമുക്ക് റിക്വയർഡ് ഏരിയ കാണാം. റിക്വയർഡ് ഏരിയ ആദ്യം നോക്കുക, ഈ ഷെയ്ഡഡ് റീജിയന്റെ അകത്ത് മേളിലുള്ളത് ഈ ലൈനാണ്.
ഏരിയ അണ്ടർ ദ ലൈൻ എക്സ് ഇസ് ഈക്വൽ ടു 4y മൈനസ് 2. എന്നിട്ട് താഴെയുള്ള സബ്ട്രാക്ട് ചെയ്യുക. ഈ കർവിന്റെ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെയല്ലേ റീജിയൻ കിടക്കുന്നത്, ഇങ്ങനെ ഈ ഇടയ്ക്കുള്ള ഏരിയ കാണാനായിട്ട്. അപ്പൊ ഏരിയ അണ്ടർ ദ ലൈൻ എന്ന് പറയുമ്പോൾ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഫുൾ ഏരിയ കിട്ടും. ആ ഫുൾ ഏരിയയിൽ നിന്ന് ഈ ഇതിന്റെ അടിയിലുള്ള ഏരിയ, പരാബോളയുടെ അടിയിലുള്ള ഈ ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ ഇടയ്ക്കത്തെ ഏരിയ കിട്ടും. അപ്പൊ നമ്മൾ എഴുതാൻ പോണ ഏരിയ അണ്ടർ ദ ലൈൻ എക്സ് ഇസ് ഈക്വൽ ടു 4y മൈനസ് 2. ആ ലൈനിന്റെ ഏരിയയിൽ നിന്ന് മൈനസ് ഈ പരാബോളയുടെ അടിയിലുള്ള ഏരിയ കുറയ്ക്കണം. ഏരിയ അണ്ടർ പരാബോള x square equal to 4y. ലിമിറ്റ് കൂടെ ഫ്രം -1 to 2. -1 തൊട്ട് 2 വരെ മതി. ഫ്രം -1 to 2. -1 to 2. അങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. അപ്പം മേളിലുള്ളത് ലൈനാണ്. ലൈനിന്റെ ഏരിയയിൽ നിന്ന് താഴെയുള്ള പരാബോളയുടെ ഏരിയ സബ്ട്രാക്ട് ചെയ്യുക. ലിമിറ്റ് -1 തൊട്ട് 2 വരെ. നമ്മളത് ഇപ്പം കണ്ടുപിടിച്ചാൽ -1 x വേരിയസ് ഫ്രം -1 to 2. ഇനി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഇന്റഗ്രൽ -1 തൊട്ട് 2 വരെ ആദ്യം ഏരിയ അണ്ടർ ദ ലൈൻ x is equal to 4y minus 2 ആണ്. x is equal to 4y minus 2 ന് y dx ആണ്. നമ്മൾ ഇപ്പോൾ y dx ആണ് കാണുന്നത്. y dx എന്ന് പറയുമ്പോൾ x plus 2 by 4 dx മൈനസ് സെയിം ലിമിറ്റ് -1 തൊട്ട് 2 വരെ ഏരിയ അണ്ടർ ദ പരാബോള x square equal to 4y. ഇതിന്റെ y എന്ന് പറഞ്ഞാൽ x square by 4 ആണ് dx. ഇനി രണ്ടും ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് കൊടുത്താൽ മതി. നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 വേണമെങ്കിൽ വെളിയിൽ എടുക്കാം. 1/4 ഇൻറ്റു ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാം. 1/4 അല്ലെ ഒന്നുകൂടി എഴുതിയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താലും മതി. 1/4 ഇൻറ്റു ഇന്റഗ്രൽ -1 to 2 x plus 2 dx മൈനസ് 1/4 ഇൻറ്റു ഇന്റഗ്രൽ -1 to 2 x square dx. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇന്റഗ്രൽ സൈൻ മാറ്റി സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടാൽ മതി. എക്സിന്റെ ഇന്റഗ്രൽ x സ്ക്വയർ ബൈ 2 പ്ലസ് 2 ഇൻറ്റു 2ന്റെ ഇന്റഗ്രൽ കോൺസ്റ്റന്റ് വരുമ്പോൾ കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് ആണ് 2x. അപ്പം -1 തൊട്ട് 2 വരെ മൈനസ് 1/4 ഇൻറ്റു x സ്ക്വയറിന്റെ ഇന്റഗ്രൽ x ക്യൂബ് ബൈ 3 ആണ്. -1 തൊട്ട് 2 വരെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് കൊടുത്താൽ മാത്രം മതി. That is 1/4 into upper limit ആയ 2 ആദ്യം കൊടുക്കുക. അപ്പോൾ 2 square by 2 plus 2 into 2 upper limit കൊടുക്കും. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ബ്രാക്കറ്റ് ഇടണം. -1 ആദ്യം കൊടുക്കുക. -1 ഹോൾ സ്ക്വയർ ബൈ 2 പ്ലസ് 2 into -1. അത്രയും വന്നപ്പോഴത്തേക്കും ആദ്യത്തെ പാർട്ടിന്റെ ഇന്റഗ്രൽ ലിമിറ്റ് കൊടുത്തു. ഈ രണ്ടാമത്തെ പാർട്ടിന് ഇതുപോലെ ലിമിറ്റ് കൊടുക്കുക. -1/4 into ആദ്യം 2 കൊടുക്കണം. 2 കൊടുക്കുക. 2 ക്യൂബ് ബൈ 3 2 ക്യൂബ് ബൈ 3 മൈനസ് ഈ ലോവർ ലിമിറ്റ് ആയ -1 കൊടുക്കുക. -1 ഹോൾ ക്യൂബ് ബൈ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു ഇങ്ങനെ 1/4 ഇൻറ്റു 2 സ്ക്വയർ ബൈ 2 4/2 2 വരും. പ്ലസ് 2 ഇൻറ്റു 2 4 വരും. മൈനസ് ഇനി മൈനസ് കൊണ്ട് എക്സ്പാൻഡ് ചെയ്യാം. -1ന്റെ സ്ക്വയർ 1/2 പ്ലസ് ഇൻറ്റു മൈനസ് പ്ലസ് ഇവിടെ മൈനസ് ഉണ്ട്. ഇത് 2 ഇൻറ്റു മൈനസ് വെച്ചാൽ -2 ആവും. ഈ മൈനസും ഈ മൈനസും ഒരു +2 ആവും. അതത്രയും. ഇനി ഇത് -1/4 ഇൻറ്റു 2ന്റെ ക്യൂബ് 8/3 മൈനസ് -1/3 അപ്പം +1/3 ആയിക്കോളൂ. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുത്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു 2 + 4 6 + 2 6 + 2 8 - 1/4 വരും. 8 - 1/4 വരും. ആദ്യത്തെ ചെയ്യുമ്പോൾ രണ്ടാമത്തെ ചെയ്യുമ്പോൾ -1/4 ഇൻറ്റു 8/3 മൈനസ് -1/3 വരും. 8/3 + 1/3 8/3 + 1/3 വരുമ്പോൾ 9/3 വരും. 9/3 എന്നുള്ളത് 3 വരും. നമുക്കങ്ങനെ 1/4 കോമൺ ആയിട്ട് എടുക്കാൻ വേണേ. അല്ല അവിടെ നിൽക്കട്ടെ. 1/4 ഇൻറ്റു കോമൺ ആയിട്ട് എടുക്കാം. 8 - 1/4 -3 വരും. 8 - 3 എന്ന് വെച്ചാൽ 5 വരും. അപ്പോൾ 1/4 ഇൻറ്റു
5 മൈനസ് 1/4. 5 മൈനസ് 1/4 സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും 4 LCM എടുക്കുക. അപ്പം 20 മൈനസ് 1 വരും. 20 മൈനസ് 1 വരുമ്പോഴത്തേക്കും 19 വരും. ദാറ്റ് ഈസ് 1/4 ഇൻറ്റു 19/4 വരും. അതായത് 19/16 സ്ക്വയർ യൂണിറ്റ്. ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് ചെയ്യുക, മിസ്റ്റേക്ക് ഒന്നും ഇല്ലല്ലോ. 8 മൈനസ് 3 5 വരും. ഇത് 20. ഓക്കെ, 19/16 അത്രയും സ്ക്വയർ യൂണിറ്റ് വരും. ഇതാണ് അതിൻ്റെ ആൻസർ. അതിൻ്റെ ഇടയ്ക്കത്തെ ഇതിൻ്റെ ഏറിയ കണ്ടുപിടിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. Area bounded by the curve y square equal to 4x and the line x is equal to 3. Y square equal to 4x and the line x is equal to 3. Find area of the region bounded by the curve y square equal to 4x and the line x is equal to 3. അപ്പോൾ അത് നമ്മൾ x is equal to 3 ആയതുകൊണ്ട് വെറുതെ നമ്മൾ ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കിയാൽ മതി. y square അല്ലേ, y square വരുമ്പോൾ എക്സ് ആക്സിന് സിമെട്രിക്കലാണ്. വൈ സ്ക്വയർ വരുമ്പോൾ എക്സ് ആക്സിന്റെ അപ്പുറം ഇപ്പുറം വരും. അപ്പോൾ പരാബോള ഇങ്ങനെ ഇരിക്കും. ആൻഡ് ദ ലൈൻ x is equal to 3. x is equal to 3 എന്ന് പറയുമ്പോൾ ഇവിടെ 3 വന്നാൽ x is equal to 3 ഇങ്ങനെ ഇരിക്കും. ഫൈൻഡ് ഏരിയ ബൗണ്ട്, ഇത്രയേ ഉള്ളൂ. ഫൈൻഡ് ഏരിയ ബൗണ്ടഡ് ബൈ ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് ദീസ് ടു കർവ്സ്. ഈ കർവും ഈ ലൈനിന്റെ ഇടയ്ക്കുള്ള ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ആ കർവിന്റെ ലൈനിന്റെയും ഇടയ്ക്കുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഫുൾ പോർഷൻ വരും. അപ്പൊ നമ്മൾ ഫുള്ള് കാണണ്ട. ഫസ്റ്റ് ക്വാഡ്രന്റിനെ വെച്ചിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ ഇപ്പൊ ലിമിറ്റ് നമുക്ക് കിട്ടി 0 തൊട്ട് 3 വരെയാ. 0 തൊട്ട് 3 വരെ ഇവിടെ എക്സിന്റെ ലിമിറ്റ് എക്സ് വേരി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 2 ടൈംസ് ഏരിയ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് മതി. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഏരിയ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഏരിയ ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്. അപ്പോൾ 2 ഇൻറ്റു ഫസ്റ്റ് ക്വാഡ്രന്റിൽ ലിമിറ്റ് വേരി ചെയ്യുന്നത് നമുക്ക് ഡയറക്റ്റ് അറിയാം. 0 തൊട്ട് 3 വരെ എക്സ് വേരീസ് ഫ്രം 0 to 3 y dx. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 3 y എന്ന് പറയുന്നത് y സ്ക്വയർ 4x അല്ലേ. y സ്ക്വയർ 4x ആകുമ്പോൾ y ഈസ് ഈക്വൽ ടു റൂട്ട് 4x വരും. അതായത് 2 ഇൻറ്റു എക്സ് റേസ് ടു 1/2 dx വരും. 2 ഇൻറ്റു എക്സ് റേസ് ടു 1/2 dx വരും. അപ്പം 2 ഇൻറ്റു 2 നമുക്ക് 4 എന്ന് എടുക്കാം. x raised to 1/2 ഇന്റഗ്രൽ x raised to 1/2 plus 1/2 plus 1 വരും. ലിമിറ്റ് 0 തൊട്ട് 3 വരും. ഇനി ഇത് ലിമിറ്റ് കൊടുത്ത് ചെയ്താൽ മതി. ആദ്യം എക്സിന് 3 കൊടുക്കുന്നു. ദാറ്റ് ഈസ് 4 ഇൻറ്റു എക്സിന് 3 കൊടുക്കുന്നു. അപ്പോൾ 1/2 പ്ലസ് നമുക്ക് വേണമെങ്കിൽ അതൊന്ന് സിംപ്ലിഫൈ. x raised to 3/2 by 3/2 ലിമിറ്റ് 0 to 3. ഇനി ബൈ 3/2 വെളിയിലേക്ക് കൊണ്ട് ഇൻറ്റു 2/3 എന്ന് എഴുതാം. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ഈ ക്വസ്റ്റ്യൻ. 4 ഇൻറ്റു ബൈ 3/2 2/3 എന്ന് എഴുതാം. ലിമിറ്റ് എക്സ് റേസ് ടു 3/2 ലിമിറ്റ് നമ്മൾ 0 തൊട്ട് 3 വരെ. ഇനി ലിമിറ്റ് കൊടുക്കാം. 8/3 ഇൻറ്റു 3 റേസ് ടു 3/2 മൈനസ് 0. ഇനി ഇത് കൂടുതലൊന്നും ചെയ്യാൻ വേണ്ടി ഇതങ്ങ് എടുത്ത് എഴുതിയാൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 8/3 ഇൻറ്റു 3 റേസ് ടു 3/2 അത്രയും സ്ക്വയർ യൂണിറ്റ്. ഇത്ര എഴുതിയാൽ മതി. അപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളത് ശ്രദ്ധിച്ച് ഇത്രയും ക്വസ്റ്റ്യനേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ചെയ്ത് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന ഉറപ്പായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. ഇതുകൊണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ തീർന്നു. ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ തീർന്നു. നിങ്ങളത് നന്നായിട്ട് പഠിക്കുക. അപ്പം എല്ലാവർക്കും